ഇന്നത്തെ പുതിയ വീഡിയോ നോമ്പിൻ്റെ വീഡിയോ ആണ്. ഫസ്റ്റ് നോമ്പായിട്ട് നോമ്പ് തുറയും പിന്നെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തേക്കണേ. ഇന്ന് ഫസ്റ്റ് നോമ്പായതുകൊണ്ട് തന്നെ ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത്. അപ്പോൾ ബിരിയാണിയുടെ റെസിപ്പി നോക്കാം. അപ്പോൾ ഇന്നത്തെ ബിരിയാണി ചിക്കൻ പൊരിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഇതാ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1 കിലോനോളം ഉണ്ട് ചിക്കൻ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ കുരുമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ മിസ്സായിപ്പോയി. ഇനി ഇത് നന്നായിട്ടൊന്ന് നമുക്ക് കൈവച്ച് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ ഇത് വെളിച്ചെണ്ണയിൽ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി, കൂടുതലായിട്ട് പൊരിഞ്ഞു പോകണ്ട. പിന്നെ ബിരിയാണിക്ക് അതിൻ്റെ ടേസ്റ്റ് എല്ലാം മാറിപ്പോവും. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് 2 ഭാഗവും ഒന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഉള്ളിയാണ് ഫ്രൈ ആക്കി എടുക്കേണ്ടത്. ഇത് വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കുക, നല്ല നേരിയതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. അപ്പോൾ 2 ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ കുറച്ച് എനിക്ക് മസാലയ്ക്കും വേണം, പിന്നെ കുറച്ച് ചോറിനും വേണം. അപ്പോൾ അത് രണ്ടും കൂടി ഒരേ സമയം തന്നെ നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. കരിഞ്ഞു പോകാതെ നല്ലൊരു ഗോൾഡൻ കളറാക്കി എടുക്കണം. അപ്പോൾ ഞാനിതാ ഉള്ളിയും കൂടി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതും ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഫസ്റ്റ് തന്നെ മസാല തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിതൊരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉള്ളി ഞാനിത് 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഉള്ളി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. അതൊന്ന് മിക്സാക്കി കൊടുത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് ഇതിലേക്ക് നമ്മൾ തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 4 ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം സൈസിലുള്ള 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതും കൂടി കട്ട് ചെയ്ത് ഇതിലേക്കിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇത് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ തക്കാളി ഇപ്പോൾ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകാണ്. അപ്പോൾ അത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 8 പച്ചമുളക് എടുത്തിട്ടുണ്ട്. വലുതാണെന്നേ ഉള്ളൂ, എരിവെല്ലാം കുറവാണ്. ഒരു 8ഓ 10ഓ എടുക്കാം. ഒരു മീഡിയം സൈസിലുള്ള വെളുത്തുള്ളിയും പിന്നെ ഒരു പീസ് ഇഞ്ചിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുക്കാം. കൂടുതൽ അരിഞ്ഞു പോകാതെ ഒന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കണം. ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതും കൂടി ഇട്ട് ഇതിൻ്റെ കൂടെ തന്നെ മല്ലിയിലയും പുതിനയിലയും കൂടി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. വളരെ ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണേ. 2 ഓരോരോ പിടി എടുത്തിട്ടുണ്ട്. മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കുക, പുതിനയില കുറച്ച് കുറവ് എടുക്കുക. അപ്പോൾ അതും കൂടി അരിഞ്ഞ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മൂടി വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളിൻ്റെ ഒക്കെ ഒരു പച്ച മണം മാറുന്നത് വരെ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള ചേരുവകളും പിന്നെ പൊടികളും ഒക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1/2 ടീസ്പൂണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 2 ചേർത്ത് കൊടുക്കാം. പിന്നെ ഗരം മസാല 1.5 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഞാൻ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുളക് ചേർത്തിട്ടുണ്ട്. അപ്പം അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിരിക്കും. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് തൈരും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പിന്നെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് ആ ഒരു ഗ്രേവി കംപ്ലീറ്റ് ഇതിലേക്ക് വടിച്ച് തന്നെ ഇട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു 5ഓ 10ഓ മിനിറ്റ് അങ്ങനെ തന്നെ വെച്ച് കൊടുക്കുക. ചെറിയ തീയിൽ വെച്ച് കൊടുക്കണേ. എല്ലാം ചെറിയ തീയിൽ തന്നെ വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കണം. അപ്പോൾ ചിക്കൻ ഒന്നും കൂടി ആയി വരും. ഈ ഒരു ഉള്ളി കിടന്ന് ആ മസാല നന്നായിട്ടൊന്ന് വെന്ത് വരും. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കി ആവശ്യത്തിന് വേണമെങ്കിൽ ഇട്ട് കൊടുക്കണം. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ചിക്കനും ഉള്ളിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ഉള്ളി ഇട്ട് കൊടുക്കാം. ഒരു പിടി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂണോളം കുരുമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം ഒരു 2 സെക്കൻഡും കൂടി നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതൊരു സൈഡിലോട്ട് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ചോറ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ചോറിനായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഒരു എണ്ണയിൽ തന്നെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, അങ്ങനെയുള്ള തക്കോല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് വലിയ ജീരകം കൂടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാനിതാ ഇവിടെ 4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ച് ഒന്ന് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ആ ഒരു സമയം കൊണ്ട് നമുക്ക് അരി ഒന്ന് കഴുകിയെടുക്കാം. ഞാനിത് അരിയുടെ അളന്നെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കഴുകി ഒന്ന് വെള്ളം വാരാൻ വെക്കണം. അപ്പോൾ ഞാനിത് അരി നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. ആ ഒരു സമയം ആകുമ്പോഴേക്കും നമുക്ക് വെള്ളം ഒന്ന് തിളച്ച് വരും. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ ഉപ്പൊക്കെ നോക്കണം. ഈ സമയത്ത് തന്നെ ഉപ്പ് നോക്കണം. ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കണം. പിന്നെ നമുക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ ഞാനിത് ഉപ്പൊക്കെ കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കണം തീ. അപ്പോൾ ഇനി മൂടി വെച്ച് ഇതൊന്ന് ഈ വെള്ളം ഒന്ന് വറ്റി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റോളായി ഇങ്ങനെ വെച്ചിട്ട്. ഇപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു 2-3 സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്നൊന്ന് ഇളക്കി കഴിഞ്ഞതിന് ശേഷം വീണ്ടും തീ കുറച്ച് നമുക്കിതൊന്ന് ഒരു 10 മിനിറ്റ് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കണം. വളരെ തീ കുറച്ച് വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ആ ഉള്ളിയില്ലേ, അതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയിലയും പുതിനയിലയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കാം. 1 സ്പൂണോളം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കണം. ഇപ്പോൾ ഇതാ ചോറിപ്പോൾ കറക്റ്റ് പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്കിത് ദമ്മിടാം. ദമ്മിടാനായിട്ട് ഞാനിതാ മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് സാധാരണ നമ്മൾ ദമ്മിടുന്നത് പോലെ തന്നെ അതിൻ്റെ മുകളിലായിട്ട് ചോറിട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിട്ടുള്ള ആ ഫ്രൈ ചെയ്ത ഉള്ളി ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് ശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടി ഒഴിച്ചു കൊടുക്കാം. പിന്നെ കുറച്ച് റോസ് വാട്ടറും കൂടി ഒഴിച്ച് വീണ്ടും ചോറിട്ട് ഒന്ന് ദമ്മിടാം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ചെറിയ തീയിൽ ഇത് മൂടി വെച്ച് കൊടുക്കണം. ആ ഒരു സമയം കൊണ്ട് നമുക്കൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. സ്നാക്കൊന്നും ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് എന്തെങ്കിലും ഒന്നും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പഴം പൊരിക്കാമെന്നാണ് കരുതിയത്. അപ്പോൾ പഴംപൊരി നമ്മൾ കോൺഫ്ലെക്സിൽ മുക്കി അങ്ങനെ പൊരിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിനായിട്ട് ഇതാ പഴം എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂട്ടൊന്ന് തയ്യാറാക്കാം. അപ്പോൾ ബാറ്റർ തയ്യാറാക്കാനായിട്ട് ഇതാ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഒരു നുള്ളു ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മുട്ടയും കൂടിയും ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പാകത്തിന് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് പഴമൊന്ന് പൊരിച്ചെടുക്കാൻ കോൺഫ്ലെക്സിൽ മുക്കി ഞാൻ പൊരിച്ചെടുക്കുന്നുണ്ട്. പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഒരു സാലഡും കൂടി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനായിട്ട് കക്കിരി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ക്യാരറ്റും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് തൈര് ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഒന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി ഒരു സൈഡിലേക്ക് വെച്ച് കൊടുക്കാം. പിന്നെ ഒരു ജ്യൂസും കൂടി ഉണ്ടാക്കാം. ആ ഒരു ജ്യൂസിനായിട്ട് ഞാനിതാ വത്തക്കയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വത്തക്ക ചെറുതായിട്ട് കട്ട് ചെയ്ത് ഈ ഒരു ചോപ്പറിലേക്ക് ഇട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഈ ഒരു ചോപ്പർ ആയതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് ഏലക്കപ്പൊടിയും കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പുറ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ് ചെയ്യും, ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെ കഴിഞ്ഞു. ഇവിടെ ഒരുപാട് ആളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനും മോനും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ നോമ്പുറയൊന്നുമല്ല. കുറേ ആളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നോമ്പുറയൊക്കെ ഉണ്ടാക്കാനും ഒക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. നാളത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്.